الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين يبيتون لربهم سجدا وقياما സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ അടിയാറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം വിശേഷിപ്പിച്ചുകൊണ്ട് സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ഗുണമാണ് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത്, والذين يبيتون لربهم سجدا وقياما, രാത്രി നമസ്കരിക്കുന്ന ആളുകളാണ് എന്ന ഗുണവിശേഷം. ഖിയാമുൽ ലൈൽ അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി നിന്നുകൊണ്ടും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സുജൂദിലായിക്കൊണ്ടും ഖിയാമിലായിക്കൊണ്ടും തങ്ങളുടെ രാത്രിയെ കഴിച്ചുകൂട്ടുന്നവരാണ് ഇബാദുർ റഹ്മാൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ രാത്രി നമസ്കാരം അഥവാ ഖിയാമുൽ ലൈൽ പല പേരുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രാത്രി നമസ്കാരം, ആ രാത്രി നമസ്കാരത്തെ പറ്റിയാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാന്റെ ഒരു ലക്ഷണമായിക്കൊണ്ട്, ഒരു സ്വഭാവ ഗുണമായിക്കൊണ്ട് എണ്ണി പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് രാത്രി നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്, ഫറള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം പ്രതിഫലാർഹമായ നമസ്കാരം അത് ഖിയാമുൽ ലൈലിന്റെ സുന്നത്ത് നമസ്കാരമാണ്. തഹജ്ജുദ് എന്ന പേരിൽ
ഖിയാമു റമളാൻ, റമളാൻ മാസത്തിലാണ് ആ രാത്രി നമസ്കാരമെങ്കിൽ അതിനെ ഖിയാമു റമളാൻ എന്ന് നമ്മൾ വിളിക്കുന്നു, തറാവീഹ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഒറ്റയായി അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്ർ എന്ന പേര് കൊടുക്കുന്നു. എല്ലാം ഒരേ നമസ്കാരമാണ്. ഈ ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ചിടത്തോളമാണ് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫാ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ. നിശ്ചയമായും സ്വർഗ്ഗത്തിൽ ഒരു ഗോപുരമുണ്ട്, ഒരു സ്ഫടിക ഗോപുരമുണ്ട് സ്വർഗ്ഗത്തിൽ. അല്ലാഹു നൽകുന്ന ഒരു ഔദാര്യമാണ്, അല്ലാഹുവിന്റെ ഒരു പ്രതിഫലമാണ്. അതിന്റെ അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാം, പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്ക് കാണാവുന്ന സുതാര്യമായ ഒരു സ്ഫടിക ഗോപുരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണെന്നറിയുമോ? അഅദഹുല്ലാഹു ലിമൻ അത്അമ അത്ആം വ അഫ്ശ സലാം വ സല്ലാ ബില്ലൈലി വന്നാസു നിയാം. 3 ഗുണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എണ്ണി പഠിപ്പിക്കുന്നത്. ആർക്കാണ് ഈ സ്വർഗീയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്? ലിമൻ അത്അമ അത്ആം, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നവർക്ക്, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് അല്ലാഹു ഒരുക്കിയിട്ടുണ്ടത്. വ അഫ്ശസ്സലാം, സലാം പറയുന്ന, സലാമിനെ വ്യാപിപ്പിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന ആളുകൾക്ക്. മൂന്നാമത് എണ്ണി പറയുന്നത് വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ മുഴുവനും കിടന്നുറങ്ങുന്ന രാത്രിയിൽ, ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി ചെയ്യുന്നതിന് വേണ്ടി ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് രാത്രി നമസ്കരിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കിയ സ്വർഗീയ അനുഗ്രഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഓരോ അനുഗ്രഹങ്ങളും ജീവിതത്തിന്റെ ഓരോ സമയത്തും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രൂപത്തിൽ അല്ലാഹുവിന് നന്ദി ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല, പാരത്രിക ലോകത്ത് മാത്രമല്ല, ഐഹിക ലോക ജീവിതത്തിൽ പോലും അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ലഭ്യമാണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫത്ഹിൽ നമുക്ക് കാണാം, തറാഹും റുക്അൻ സുജ്ജദാ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ. അവരെ നിനക്ക് കാണാം റുകൂഅ് ചെയ്യുന്നവരായിക്കൊണ്ട്, സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ട്, അല്ലാഹുവിന്റെ മുന്നിൽ റുകൂഇലായിക്കൊണ്ടും സുജൂദിലായിക്കൊണ്ടും നിനക്ക് അവരെ കാണാം. എന്തിനാണ് അവരിത് ചെയ്യുന്നത്? യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ, അല്ലാഹുവിന്റെ ഔദാര്യത്തെ പ്രതീക്ഷിച്ചിട്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തേടിക്കൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തിയെ തേടിക്കൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, ആ സുജൂദിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് പ്രകടമാണ്. ആ സുജൂദിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് പ്രകടമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് കാണാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ കൊടുക്കുകയാണ്, അസ്സലാത്തു തുഹസ്സിനു വുജൂഹഹും, നമസ്കാരം അവരുടെ മുഖങ്ങളെ ഏറ്റവും നന്നാക്കി തീർത്തു എന്നുള്ളതാണ്. ആ നമസ്കാരം കൊണ്ട് അവരുടെ മുഖങ്ങൾ ഏറ്റവും നന്നായി തീർന്നു എന്നുള്ളതാണ്. ഇമാം സുഹ്രി റഹിമഹുല്ലാഹ് അവിടുന്ന് പഠിപ്പിക്കുന്നു, മവാദിഉസ് സുജൂദി അശദ്ദു വുജൂഹിഹിം ബയാദൻ യൗമൽ ഖിയാമ, സുജൂദിന്റെ സ്ഥലങ്ങൾ, സുജൂദിന്റെ അവയവങ്ങൾ നാളെ പരലോകത്ത് ഏറ്റവും പ്രകാശപൂരിതമായിരിക്കും, വെളുത്ത രൂപത്തിലായിരിക്കും എന്ന വിശദീകരണം നമുക്ക് കാണാം. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് ഫത്ഹുൽ ഖദീറിൽ നമുക്ക് കാണാം, ഐ തൽഹറു അലാമത്തുഹും ഫീ ജിബാഹിം മിൻ അസരി സുജൂദി ഫി സ്വലാ വ നമസ്കാരത്തിലെ സുജൂദ് കൊണ്ടും രാപ്പകലുകളിലെ ആരാധനകളുടെ ആധിക്യത്താലും അവരുടെ നെറ്റിത്തടങ്ങളിൽ അതിന്റെ അടയാളങ്ങൾ വ്യക്തമാണ്. കാണുന്ന അടയാളങ്ങളും, ഈ ലോകത്ത് കാണുന്ന അടയാളങ്ങളും, പരലോകത്ത് കാണുന്ന അടയാളങ്ങളും എല്ലാം പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കൊടുക്കുന്നത് നമുക്ക് കാണാം. തഫ്സീർ ഖുർത്തുബി എടുത്തു നോക്കിയാൽ ഹുവ സുഫ്റത്തുൽ വജ്ഹി മിൻ ഖിയാമിൽ ലൈൽ, അത് രാത്രി നമസ്കാരം കൊണ്ടുള്ള മുഖപ്രസന്നതയാണ്, മുഖത്തിന്റെ തിളക്കമാണ് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ ധാരാളക്കണക്കിന് വിശദീകരണങ്ങൾ സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് അവിടുന്ന് വിശദീകരിക്കുകയാണ്, ഇന്നർ റജുല ലയുസല്ലി ബില്ലൈലി ഫയജഅലുല്ലാഹു ഫീ വജ്ഹിഹി നൂറാ,
നിശ്ചയമായും ഒരു മനുഷ്യൻ രാത്രി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തൊരു പ്രകാശത്തെ ഇട്ടുകൊടുക്കുന്നതാണ്. ആ പ്രകാശത്താൽ എല്ലാവരും അവനെ ഇഷ്ടപ്പെടും. യുഹിബ്ബുഹു അലൈഹി കുല്ലു മുസ്ലിമിൻ ഫയറാഹു മൻ യറഹു ഖത്തു. അവൻ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത മുസ്ലിമീങ്ങൾ പോലും അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. മാത്രമല്ല അവർ പറയും, ഇന്നീല ഉഹിബ്ബു ഹാദർ റജുൽ, നിശ്ചയമായും ഈ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹമായിക്കൊണ്ട് രാത്രി നമസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഐഹിക ലോക ജീവിതത്തിലും പാരത്രിക ലോക ജീവിതത്തിലും ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ തൃപ്തി സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ പോലും സ്വീകാര്യത, അതുപോലെ മുഖപ്രസന്നത, ഇതെല്ലാമാണ് രാത്രി നമസ്കാരത്തിന്റെ മെച്ചങ്ങളായി കൊണ്ട് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി നമസ്കരിച്ചിരുന്നത് ഒറ്റക്കിങ്ങനെ രാത്രി നമസ്കാരം സുദീർഘമായി നിർവഹിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് പൊട്ടും. കാലിന്റെ മടമ്പ് പൊട്ടിയിട്ട് നീര് പുറത്തേക്ക് വരും. ഒരുപാട് നിന്ന് നമസ്കരിച്ചിട്ട് പിറകിൽ തുടരാൻ കഴിയാത്ത വിധം ചില സഹാബത്തൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിന്നു രാത്രി നമസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബഖറ അങ്ങോട്ട് മുഴുവനാക്കി. അടുത്ത സൂറത്തിലേക്ക് കടന്നു. നിൽക്കാൻ കഴിയാതെ, ആ നമസ്കാരം പൂർത്തീകരിക്കാൻ കഴിയാതെ ഞങ്ങൾക്ക് പോരേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് നമസ്കരിച്ച നമസ്കാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. രാത്രി നമസ്കാരങ്ങളെ പറ്റി അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികളെ സജീവമാക്കി നമസ്കരിച്ചു. അങ്ങനെ കാലുപൊട്ടി നീര് വന്നപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു, നബിയേ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരല്ലേ താങ്കൾ, എന്തിനാണ് ഇത്രമാത്രം പ്രയാസപ്പെടുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞൊരു ഉത്തരം എന്തെന്നറിയോ? ആയിഷ, ഇത്രമാത്രം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എന്റെ റബ്ബിനോട് ഞാൻ നന്ദിയുള്ള ഒരു ദാസനാവണ്ടേ ആയിഷ. നമസ്കാരമുണ്ടല്ലോ, നമസ്കാരത്തെ പറ്റി ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് അങ്ങനെ 5 കാറ്റഗറി ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. പല രൂപത്തിൽ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ പറയും, ഇനി അതും കൂടെ കഴിഞ്ഞിട്ട് വേണം, ഇശയും കൂടെ കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ. എന്നാ ചില ആളുകൾ അങ്ങനല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അറിയാം, അതിൽ ഉന്നതമായ നമസ്കാരം എന്നറിയോ? അവര് നിൽക്കുന്നവർക്ക് സന്തോഷാണ്. ബിലാലെ, ബാങ്ക് വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് റാഹത്ത് കൊണ്ട ബിലാലെ. നമസ്കാരം അവർക്ക് റാഹത്തായിരുന്നു, അതൊരു പണിയായിരുന്നില്ല. നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിനോട് ഞാൻ നന്ദി ചെയ്യണ്ടേ എന്ന ചിന്തയിൽ നിന്നുള്ള നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമായി പഠിപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വസിയ്യത്തായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിക്കുകയാണ്, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസ്. 3 കാര്യങ്ങളാണ് എന്റെ ഖലീല്, എന്റെ കൂട്ടുകാരൻ എന്നോട് വസിയ്യത്ത് ചെയ്തത്. 3 കാര്യങ്ങളാണ് എന്റെ ഖലീൽ എന്നോട് വസിയ്യത്ത് ചെയ്തത്. ഏതാണ് ആ 3 കാര്യങ്ങൾ? ബിസിയാമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ. ഓരോ മാസത്തെയും 3 നോമ്പ്. അയ്യാമുൽ ബീദിന്റെ നോമ്പാണ്. 13, 14, 15 ഡേറ്റിൽ വരുന്ന ഓരോ മാസവും കടന്നു വരുന്ന അയ്യാമുൽ ബീദിന്റെ 3 നോമ്പ്. വറകഅത്തിൽ ദുഹാ, 2 റകഅത്ത് ദുഹാ നമസ്കരിക്കണമെന്ന്. വഅൻ ഊതിറ ഖബ്ല അൻ അർഖുദ, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഒറ്റയാക്കിക്കൊണ്ട് വിത്ർ നമസ്കരിക്കണമെന്ന്. 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അത് പറയാണ്, ഓരോ മാസത്തെയും 3 സുന്നത്ത് നോമ്പുകൾ, 2 റക്അത്തെങ്കിലും ദുഹാ നമസ്കരിക്കുക, അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ ചെയ്യുക. വിത്ർ ചെയ്യുക, ഒറ്റയാക്കി നമസ്കരിക്കുക, രാത്രി നമസ്കാരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തിനെ ഏറ്റെടുത്ത സഹാബത്ത് തങ്ങളുടെ ജീവിതത്തിൽ അത്തരം സുന്നത്തുകളെ ഹയാത്താക്കിക്കൊണ്ട് മാതൃക തീർത്തവരാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നമുക്കറിയാം, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തോളത്ത് കൈകെട്ടിക്കൊണ്ട് പറഞ്ഞത്, നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി മിനൽ ലൈൽ. അബ്ദുല്ലാഹ് എത്ര നല്ല മനുഷ്യനാണ്.
അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, രാത്രി നമസ്കാരത്തിന്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പ്രോത്സാഹനം നൽകി എന്നാണ്. എന്നിട്ടതാ ഫകാന അബ്ദുല്ലാ ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ. ഇത് റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം, ഈ രൂപത്തിൽ റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്പം മാത്രമേ രാത്രിയിൽ ഉറങ്ങാറുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, എത്ര നല്ല മനുഷ്യനാണ്, ഈ രാത്രി നമസ്കാരത്തിന്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഉഷാറായിരുന്നുട്ടോ എന്ന് പറഞ്ഞ് പ്രോത്സാഹനം കൊടുത്തപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരു വലിയ കാര്യമായി എടുക്കുകയും പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ചുകൊണ്ട് രാത്രികളെ സജീവമാക്കി എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ വസിയ്യത്ത് ഏറ്റെടുത്ത സ്വഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രാത്രികളിൽ ഇതുപോലെ കുടുംബത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. ഒറ്റക്ക് നിസ്കരിക്കുക മാത്രമല്ല, രാത്രി നമസ്കാരത്തിന് വേണ്ടി കുടുംബത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. അദ്ദേഹം പറയും അസ്വലാ അസ്വലാ, നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുടുംബത്തെ, തന്റെ അഹ്ലുകാരെ അദ്ദേഹം വിളിക്കും. എന്നിട്ട് ഈ ആയത്തങ്ങോതും സുമ്മയത്തുലു ഹാദിഹിൽ ആയ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ത്വാഹയുടെ ഒരു വചനം അവിടുന്ന് പാരായണം ചെയ്യും. ഏതാണ് ആയത്ത്? വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുക, നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുക, അതിൽ സഹനശീലനായി തുടരുകയും ചെയ്യുക. എന്നിട്ട് അല്ലാഹ് പറയുന്നതാണ് ലാ നസ്അലുക റിസ്ഖാ, നാം നിന്നോട് ഉപജീവനം ചോദിക്കുന്നില്ല. അല്ലാഹ് പറയാണ്, മനുഷ്യരെ നിങ്ങളോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നിങ്ങൾക്ക് നാമാണ് ഉപജീവനം നൽകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും റിസ്ക് നൽകുന്നത്. നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, എന്റെ കമ്പനിന്റെ പ്രോഫിറ്റ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ അധ്വാനം കൊണ്ടാണ്. അല്ലാഹ് നൽകിയതല്ലേ പ്രിയപ്പെട്ടവരെ. അത് കൃഷിയായിരുന്നാലും ബിസിനസ് ആയിരുന്നാലും സാലറി ആയിരുന്നാലും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റിസ്ഖാണ്. അല്ലാഹ് പറയാണ്, ഞാൻ നിങ്ങളോട് റിസ്ക് തേടുന്നില്ല, നിങ്ങൾക്ക് വേണ്ട റിസ്ക് നാമാണ് നൽകുന്നത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു വൽ ആഖിബതു ലിത്തഖ്വാ, ഏറ്റവും നല്ല പര്യവസാനം പറയുന്നത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്. അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പര്യവസാനമെന്ന പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ത്വാഹയുടെ ആയത്ത് അദ്ദേഹം ഓതുമായിരുന്നു. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാത്രിയിൽ തന്റെ കുടുംബത്തെ രാത്രി നമസ്കരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ ഉണർത്തുകയും ശേഷം അദ്ദേഹം സൂറത്തു ത്വാഹയുടെ ഈ ആയത്തങ്ങ് ഓതിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ തന്റെ കുടുംബത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ പോവാൻ, തന്റെ കുടുംബത്തോടും നമസ്കാരത്തെ കൽപ്പിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ ഉണ്ടാവണം, ഭർത്താവ് ഉണ്ടാവണം, ഉപ്പയും ഉമ്മയും ഉണ്ടാവണം, നമ്മുടെ മക്കളുണ്ടാവണം, നമ്മുടെ കൂട്ടുകാരുണ്ടാവണം. അവരെ എല്ലാവരോടും കൂടി ഒന്നിച്ച് നമുക്ക് സ്വർഗത്തിൽ പോവാൻ സാധിക്കുന്ന ആ രൂപത്തിൽ നമ്മുടെ അമലുകളെ തയ്യാറെടുക്കുവാൻ, ആ അമലുകളുമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ആയിഷ ബീവി ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുമ്പോ, റസൂലുള്ളാഹിന്റെ വീട് അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ആ പള്ളി നിന്നത്. അപ്പൊ പള്ളിയിൽ നിന്ന് ആരെങ്കിലും ശബ്ദമുണ്ടാക്കിയാണെങ്കിൽ വീട്ടിലേക്ക് കേൾക്കും, അത്രയും അടുത്താണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് തഹജ്ജുദിന് വേണ്ടി ഒരുങ്ങുമ്പോ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടുന്നാണ്. അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചു, യാ ആയിഷ അസൗതു അബ്ബാദിൻ ഹദാ. ആയിഷ, ഞാൻ ഈ കേൾക്കുന്ന ശബ്ദം അത് അബ്ബാദിന്റെ ശബ്ദമല്ലേ ആയിഷ? ഈ രാത്രി എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ രാത്രി മസ്ജിദുൻ നബവിയിൽ വന്നുകൊണ്ട് അതാ ഉറക്കെ പാരായണം ചെയ്തുകൊണ്ട് രാത്രി നിസ്കരിക്കുന്ന ആ ശബ്ദം ഞാൻ കേൾക്കുന്നത് അബ്ബാദിന്റെ ശബ്ദമല്ലേ ആയിഷ? ആയിഷ ബീവി പറഞ്ഞു, നഅം അതേ നബിയേ, അത് തന്നെയാണ് നബിയേ. അപ്പോൾ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അബ്ബാദിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മർഹം അബ്ബാദാ, അല്ലാഹുവേ അബ്ബാദിന് നീ കാരുണ്യം ചൊരിയണേ റബ്ബേ.
പ്രിയപ്പെട്ടവരെ, അത്രമാത്രം റസൂലുള്ളാഹിക്ക് സന്തോഷം വന്നുവെന്നാൽ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അള്ളാന്റെ പ്രതിഫലത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാനൊരു നന്ദിയുള്ള ദാസനാവണ്ടേ എന്ന് മാത്രം ഓർത്തുകൊണ്ട് ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് രാത്രി നമസ്കരിക്കുന്നവർ, തഹജ്ജുദ് നമസ്കരിക്കുന്നവർ, അബ്ബാദിന് വേണ്ടി, അബ്ബാദ് റളിയല്ലാഹുവിന് വേണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ് അത് എന്ന് കൊഴിഞ്ഞു പോകുന്നു നമുക്കറിയില്ല. ആഫിയത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ റബ്ബിന് നന്ദി ചെയ്യാനുള്ള അവസരങ്ങളായി നാം അതിനെ കാണുക. ഈ രൂപത്തിലുള്ള രാത്രി നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്നത്, റമളാനിലാവട്ടെ അല്ലാത്ത കാലത്താവട്ടെ 11 റക്അത്തിൽ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്തതാണ് 11 റക്അത്താണ്. അപ്പൊ പരമാവധി ഒരാൾക്ക് 11 വരെ നമസ്കരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും നമസ്കരിക്കുക. 1, 3, 5, 7, 9, 11 വരെ ആവാം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് നമസ്കരിച്ചത് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും, ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും. പലപ്പോഴും നമ്മൾ റമളാനിൽ രാത്രി നമസ്കാരത്തിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. റമളാനിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. എന്നാൽ റമളാൻ കഴിഞ്ഞാലോ ആ രാത്രി നമസ്കാരം നിന്നു പോകുന്നുണ്ടോ? ഇല്ല. ജീവിതത്തിലുടനീളം അതുണ്ടാവണം. റമളാനിൽ മാത്രമല്ല, റമളാനിൽ ഏതൊരു അമലിനും ഒരുപാട് പ്രതിഫലമുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ രാത്രി നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അത് കാലം നോക്കാതെ എന്നെന്നും നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു രാത്രി നമസ്കാരമോ ഏത് അമലുകളോ ഏതേത് സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി നാം നിർവഹിക്കുന്നതും അള്ളാന്റെ അനുഗ്രഹമാണ്, അവസരം നൽകുകയാണ് അള്ളാഹ്. പലപ്പോഴും നമുക്കതിന് സാധിച്ചിട്ടില്ലെങ്കിൽ പല കാരണങ്ങളുണ്ടാവും. എനിക്ക് ഇന്ന പ്രയാസങ്ങൾ കൊണ്ട് രാത്രി എഴുന്നേൽക്കാൻ പറ്റിയില്ല, ഇന്ന അസുഖങ്ങൾ കൊണ്ട് രാത്രി എഴുന്നേൽക്കാൻ പറ്റിയില്ല. റബ്ബിന്റെ തൗഫീഖ് ലഭിക്കണം പ്രിയപ്പെട്ടവർ. ഒരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ, ഒരു സ്ഥലത്ത് നമ്മൾ പോകണമെങ്കിൽ, ഒരു പുണ്യകർമ്മം നിർവഹിക്കണമെങ്കിൽ, ഒരു സൽപ്രവർത്തനം ചെയ്യണമെങ്കിൽ അള്ളാന്റെ തൗഫീഖ് വേണം. അതുകൊണ്ട് താബിഈങ്ങളൊക്കെ അവർ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നമുക്ക് കാണാം. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് ഇവിടുന്ന് പറയാണ്, അദ്ദേഹം യുവാക്കളെ രാത്രി നമസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തിക്കൊണ്ട് പ്രോത്സാഹനം കൊടുക്കുമായിരുന്നു. കാരണം പല പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് വരും. ഒരു മനുഷ്യന്റെ യൗവനം എന്ന് പറയുന്നതാണ് ഏറ്റവും അധികം തിളങ്ങുന്ന കാലഘട്ടം. ആ സമയത്ത് നിർവഹിക്കുന്ന ഇബാദത്തുകൾ അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുന്നതാണ്. അദ്ദേഹം യുവാക്കളെ വിളിച്ചുണർത്തിക്കൊണ്ട് പറയുമായിരുന്നു, ഖൂമൂ യാ ശബാബ്, ഖൂമൂ യാ ശബാബ്, സല്ലൂ മാ ദുംതും ശബാബാ. അല്ലയോ യുവാക്കളെ, എഴുന്നേറ്റ് നമസ്കരിക്കൂ, ഈ യുവത്വത്തിൽ നിങ്ങൾ നമസ്കരിക്കൂ. ഇതിലം തുസല്ലുൽ യൗമ ഫമതാ. ഇപ്പൊ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണോ? ഇത്രമാത്രം ചുറുചുറുക്കുള്ള, ഇത്രമാത്രം ആരോഗ്യമുള്ള ഈ കാലഘട്ടത്തിൽ, ഈ പ്രായത്തിൽ നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ന് നമസ്കരിക്കാനാണെന്ന് ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം ഇബ്നു ഷമ്മാസ് റഹിമഹുല്ലാഹ് ഇവിടുന്ന് പറയുമായിരുന്നു, അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയെ പറ്റി, കുന്തു അറാ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് യുഹ്യിൽ ലൈല വഹുവ ഗുലാം. ചെറിയ കുട്ടിയാകുമ്പോഴേ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അവിടുന്ന് രാവിലെ ജീവിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കളുടെ ജീവിതത്തിൽ ഈ രാത്രി നമസ്കാരം അവരുടെ വലിയൊരു ക്വാളിറ്റി ആയിക്കൊണ്ട് രേഖപ്പെടുത്തപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, താബിഈങ്ങളൊക്കെ മനസ്സിലാക്കിയത് എന്തെന്നറിയോ? ഒരു സൽക്കർമ്മം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ പാപം കൊണ്ടാണ്, നമ്മുടെ പാപങ്ങൾ കൊണ്ടാണ്. സുബഹിന് വൈകിയോ, ജമാഅത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ലയോ, രാത്രി നമസ്കാരത്തിന് എഴുന്നേൽക്കുന്നില്ലയോ? സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞെന്തറിയോ? സ്വന്തത്തെ പറ്റി പറയാൻ, മറ്റൊരാളെ പറ്റി
പറ്റിയില്ല. ഇവിടുന്ന് പറയാണ് ഞാൻ ചെയ്ത തെറ്റുകാരണത്താൽ 5 മാസക്കാലം രാത്രി നമസ്കരിക്കാൻ കഴിയാത്ത വിധം ഞാൻ തടയപ്പെട്ടു. എന്താ? ആരെങ്കിലും ഒന്ന് പിടിച്ചു വെച്ചുന്ന അല്ല. ഒരുപക്ഷെ രോഗം വരും, ഒരുപക്ഷെ മറ്റ് കാരണങ്ങളൊന്നും ഇട്ട് വരും, എണീക്കാൻ കഴിയില്ല, ആഗ്രഹിച്ചാൽ പോലും നിർവഹിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ജുമുഅക്ക് വരാൻ കഴിഞ്ഞോ? അള്ളാന്റെ തൗഫീഖ് നമുക്ക് കിട്ടി. ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് ജുമുഅക്ക് പള്ളിയിൽ വരാൻ പറ്റിയോ? അള്ളാന്റെ തൗഫീഖ് നമുക്ക് കിട്ടി. അല്ല, ഇമാമിന്റെ മിമ്പറിൽ കയറലൊക്കെ കഴിഞ്ഞിട്ട് തോന്നിയ നേരത്ത് നമ്മുടെ ബിസിനസ്സും നമ്മുടെ കടയും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടൊരു സമയത്ത് വന്ന് കയറാനാണോ നമുക്ക് സാധിക്കുന്നത്? അള്ളാന്റെ തൗഫീഖ് നമുക്ക് അത്രേ ഉള്ളൂ. നമുക്ക് അള്ളാന്റെ തൗഫീഖ് കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആ തൗഫീഖ് കിട്ടാനാണ് ഇവർക്ക് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. ഞാൻ പറയാണ്, 5 മാസം എനിക്ക് രാത്രി നിസ്കരിക്കാൻ പറ്റിയില്ല. രാത്രി നമസ്കാരം ഖിയാമുൽ ലൈൽ ഞാൻ തടയപ്പെട്ടു, ഞാൻ ചെയ്ത പാപത്താൽ. മാത്രല്ല, അദ്ദേഹത്തിന്റെ അടുത്തിൽ വന്നൊരു മനുഷ്യൻ പരാതി പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അതുപോലെ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയോടും പരാതി പറയുന്നുണ്ട്. എന്താ പരാതി എന്നറിയോ? ഞാൻ ആഫിയത്തോടു കൂടിയാണ് രാത്രി കിടക്കുന്നത്. ഇന്നി അബീതു മുആഫ, ഞാൻ രാത്രി കിടക്കുന്നത് ആഫിയത്തോടു കൂടിയാണ് രാത്രി കഴിച്ചു കൂട്ടുന്നത്. വുളൂ ചെയ്യാനുള്ള വെള്ളം പോലും ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. എന്തിന്? തഹജ്ജുദ് നിസ്കരിക്കാൻ. അപ്പൊ എണീക്കുമ്പോ വുളൂ ചെയ്യാനുള്ള വെള്ളം പോലും ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷേ വല്ലാഹി ലാ അഖൂ, ഞാൻ എഴുന്നേൽക്കുന്നില്ല. ഞാൻ ഒരുങ്ങുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ രാത്രി നമസ്കരിക്കണമെന്ന്, തഹജ്ജുദ് നമസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി വുളൂ ചെയ്യാനുള്ള വെള്ളം പോലും ഞാൻ മാറ്റിവെച്ചിട്ടും ഞാൻ എണീക്കുന്നില്ല. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് മനുഷ്യനോട് പറഞ്ഞെന്നറിയോ? നിന്റെ പാപങ്ങളാണ് നിന്നെ തടഞ്ഞത്, നിന്നെ കെട്ടിയിട്ടത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ കുറച്ചോ, പടച്ചവനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോ, എങ്കിൽ കൂടുതൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നിനക്ക് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ ജീവിതത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ അമൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? പറ്റുന്നില്ലെങ്കിൽ പല കാരണങ്ങൾ നമ്മൾ പറയും. എന്റെ അസുഖാണ്, കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണ്, ജോലിയുടെ തിരക്കാണ്. തൗഫീഖില്ല പ്രിയപ്പെട്ടവരെ. ആ തൗഫീഖിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു, എനിക്ക് രാത്രി നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ഒരു വഴി പറഞ്ഞു തരണം. ആഗ്രഹിച്ചിട്ട് പോലും രാത്രി നമസ്കാരത്തിന് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ഒരു വഴി പറഞ്ഞു തരണം. അദ്ദേഹം പറഞ്ഞു കൊടുത്ത വഴി എന്തെന്നറിയോ? ലാ തഅസിഹി ബിന്നഹാരി വഹുവ യുഖീമുക ബൈന യദൈഹി ഫിൽ ലൈൽ. നീ പകലിൽ അല്ലാഹുവിനെ ധിക്കരിക്കരുത് കേട്ടോ. പകലിൽ നിന്റെ ജീവിതത്തിൽ നീ അല്ലാഹുവിനെ ധിക്കരിക്കരുത്. കാരണം അവനാണ് നിന്നെ രാവിലെ എഴുന്നേൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കരുത്. ഫഇന്ന വഖൂഫക ബൈന യദൈഹി ഫിൽ ലൈലി മിൻ അഅലമി ശറഫ്. നിശ്ചയം നീ രാത്രി എഴുന്നേൽക്കുക എന്നത് ഏറ്റവും മഹത്വമേറിയ ഒരു കാര്യമാണ്. രാത്രി നമസ്കാരത്തിന് വേണ്ടി നീ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹിതമായ ഒരു കാര്യമാണ്. എന്നിട്ട് പറയുന്ന വാക്കാണ് നമ്മുടെ ഹൃദയത്തിൽ തറക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുകയാണ്, വൽ ആസി ലാ യസ്തഹിഖു ദാലിക ശറഫ്. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരു ധിക്കാരി, ഒരു പാപി, ആ മഹത്വം അവൻ അർഹിക്കുന്നില്ല. രാത്രി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എത്ര അലാം വെച്ചാലും എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടാണെങ്കിലും ആ രാത്രി എഴുന്നേറ്റ് നിന്ന് വുളൂ ചെയ്ത് സമാധാനത്തോടുകൂടി നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ തൗഫീഖ് വേണം പ്രിയപ്പെട്ടവരെ. ആ തൗഫീഖിന് അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരാൾക്ക് അർഹത ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പല അമലു സ്വാലിഹാത്തും ചെയ്യാൻ കഴിയാതെ വരുന്നത് എന്നാണ് താബിഈങ്ങൾ പോലും മനസ്സിലാക്കിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത് ഖൈറുൻ നാസി ഖർനി തുമ്മല്ലദീന യലൂനഹു തുമ്മല്ലദീന യലൂനഹു. ഏറ്റവും ഉത്തമരാരാണ്? എന്റെ സമൂഹമാണ്, എന്റെ സ്വഹാബത്താണ്. പിന്നീട് അവരെ പിൻപറ്റിയ താബിഈങ്ങളാണ്, പിന്നീട് അവരെയും പിൻപറ്റിയ താബിഈങ്ങളാണ്. ആ താബിഈങ്ങളും താബിഈങ്ങളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്, ഒരു അമല് ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ കൊണ്ടാണ്,
നമ്മുടെ പാപങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ആ പാപങ്ങളിൽ നിന്ന് ആദ്യം മാറി നിൽക്കുകയും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും ആത്മാർത്ഥമായി കരഞ്ഞു തേടുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുകയും ഒരുപാട് അമൽ സ്വാലിഹാത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്, രാത്രി നിസ്കരിക്കാനും പകലിൽ സുന്നത്ത് നോമ്പെടുക്കാനൊന്നും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ പാപങ്ങളുടെ തടവറയിൽ നീ ബന്ധിതനാണ് എന്ന് നീ തിരിച്ചറിയണം കേട്ടോ. രാത്രി നമസ്കരിക്കാനും പകലിൽ സുന്നത്ത് നോമ്പെടുക്കാനുമൊന്നും നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അത് എന്ത് സാഹചര്യം പറഞ്ഞിട്ടാണെങ്കിലും നിന്റെ പാപങ്ങളുടെ തടവറയിൽ നീ ബന്ധിതനാണ് എന്ന സത്യത്തെ നീ തിരിച്ചറിയണം കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മിലേക്ക് തിരിയുക, മറ്റൊരാളിലേക്കല്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏതെല്ലാം അമൽ സ്വാലിഹാത്തിന് സാധിക്കുന്നുണ്ട്, ഏതെല്ലാം രംഗത്ത് ഞാൻ അല്ലാഹുവിനെ ധിക്കരിക്കുന്നുണ്ട്, എന്റെ പകലിൽ എന്റെ രാത്രികളിൽ എന്ന് ആത്മാർത്ഥമായി പരിശോധിച്ചുകൊണ്ട് റബ്ബിനോട് ഖേദിച്ചു മടങ്ങുവാനും ആത്മാർത്ഥമായി കൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കുവാനും അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുവാനും അങ്ങനെ റബ്ബിലേക്ക് മടങ്ങുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, നാം നമ്മുടെ ഭൗതിക ലോക ജീവിതത്തിൽ നമ്മുടെ രാജ്യത്ത് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കലണ്ടറിന്റെ താളുകൾ മറിയുകയാണ്. പുതിയൊരു വർഷത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പല ആളുകളും ന്യൂ ഇയർ സെലിബ്രേഷനുകളുമായിക്കൊണ്ട്, ന്യൂ ഇയർ പാർട്ടികളുമായിക്കൊണ്ട് സജീവമായി രംഗത്തുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് സമൂഹത്തിന്റെ ഇസ്ലാമികമല്ലാത്ത മാതൃകകളെ സ്വീകരിക്കുന്നവനല്ല സത്യവിശ്വാസി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ഇത്തരത്തിലുള്ള പരിപാടികളുമൊന്നും ഇസ്ലാമികമല്ല എന്നും അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തെളിവുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് അത്തരം രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. യഥാർത്ഥമായി നാം ആലോചിച്ചു നോക്കുക, ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹുവിലേക്കുള്ള ദൂരം, മരിച്ചു പോകാനുള്ള നമ്മുടെ സമയം കുറഞ്ഞു വരിക, നമ്മുടെ ആയുസ് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറെ അടുക്കേണ്ട സമയമാണ്. നമ്മുടെ മരണത്തെപ്പറ്റി ആലോചിക്കേണ്ട സമയമാണ്. എവിടെയാണ് അവിടെ ആഘോഷിക്കുവാൻ നമുക്ക് സമയമുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങളിലെ ബുദ്ധിമാൻ ആരാണ്? ജനങ്ങളിലെ വിവേകമതിയായ മനുഷ്യൻ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, അക്സറുഹും ദിക്റൽ മൗത്ത് വഅശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു ഉലൈകൽ ഖിയാസ്. ധാരാളമായി മരണത്തെപ്പറ്റി ആലോചിക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്നത് ആരാണോ അവനാണ് ബുദ്ധിമാൻ, അവനാണ് വിവേകമതിയായ മനുഷ്യൻ. ദഹബു ബിശറഫി ദുനിയ വകറാമത്തുൽ ആഖിറ. ഈ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ പവിത്രതകളും അവർ കരസ്ഥമാക്കി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മരണത്തെ ഓർത്തുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ജീവിതം എത്രമാത്രം അല്ലാഹുവിങ്കിൽ സ്വീകാര്യമാവും എന്ന ചിന്തയോടുകൂടി അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് മടങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.